പറവൂർ നഗരസഭ ശരണാലയത്തിലെ അന്തേവാസിയുടെ 4 ലക്ഷം രൂപ സർക്കാർ ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തെന്ന് പരാതി. അന്തേവാസിയെ തിരികെ കൊണ്ടുപോകാൻ ബന്ധുക്കൾ എത്തിയപ്പോഴാണ് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായ വിവരം പുറത്തറിയുന്നത്. ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരായ ശ്യാം, ജിൻസി എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത്. ഇരുവർക്കും എതിരെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കൗൺസിൽ യോഗം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. വരുന്ന അന്തേവാസി വളരെ ദയനീയമായിട്ടാണ് അതിൽ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം തട്ടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, അതും ഒരു നഗരസഭയുടെ ജീവനക്കാർ തട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അത്തരം വിഷയത്തിൽ ഈ നഗരസഭയിലെ 2 ജീവനക്കാർക്കെതിരെ നഗരസഭ നടപടിയെടുക്കണം എന്നാണ് എനിക്കിതിൽ ആവശ്യപ്പെടുവാനുള്ളത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, എങ്ങനെയാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നത്? എന്തൊക്കെയാണ് തുടർ നടപടികളായി അറിയാൻ കഴിയുന്നത്? വേണു, പറവൂർ നഗരസഭയുടെ ശരണാലയത്തിൽ താമസിച്ചിരുന്ന സർക്കാർ ജീവനക്കാരനായി വിരമിച്ച ഒരു അന്തേവാസിയുടെ 4 ലക്ഷം രൂപയാണ് നഗരസഭയിലെ ജീവനക്കാരായിരുന്ന ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരായിരുന്ന ശ്യാം, ജിൻസി എന്നീ 2 ഉദ്യോഗസ്ഥർ ചേർന്ന് തട്ടിയെടുത്തത്. ഈ വയോധികനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ബന്ധുക്കൾ എത്തിയപ്പോഴാണ് ഈ തട്ടിപ്പ് പുറത്തറിയുന്നത്. അദ്ദേഹത്തിന്റെ ശാരീരിക അവശതകൾ മുതലെടുത്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഏതായാലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ ഈ വിഷയം ഒതുക്കി തീർക്കാൻ നഗരസഭാ സെക്രട്ടറി അടക്കം ശ്രമിച്ചിരുന്നു. ഇപ്പോൾ പരാതി ഉയർന്നതോടെയാണ് വീണ്ടും ഈ നടപടി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏതായാലും 2 പേരെയും സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വേണു, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.